1969 ജൂൺ മാസം 16-ാം തീയതിയാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. അന്ന് 7 താലൂക്കുകളും 15 ബ്ലോക്ക് പഞ്ചായത്തുകളും 94 ഗ്രാമപഞ്ചായത്തുകളും ജില്ലയിലുണ്ട്. പക്ഷേ തലസ്ഥാന ജില്ലയിൽ പോലും, നമ്മൾ തിരുവനന്തപുരം ജില്ല എടുത്താൽ പോലും ഇത്രയധികം താലൂക്കുകളോ ബ്ലോക്ക് പഞ്ചായത്തുകളോ കാണുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മലപ്പുറം, മഞ്ചേരി, കൊണ്ടോട്ടി, തിരൂർ, പൊന്നാനി, പെരിന്തൽമണ്ണ, താനൂർ, പരപ്പനങ്ങാടി, തിരൂരങ്ങാടി തുടങ്ങിയ 12 നഗരസഭകളുണ്ട്. അതും ഞാൻ പറയുന്നു, കേരളത്തിലെ ഏത് ജില്ല എടുത്താലും ഇത്രയും നഗരസഭകളില്ല. അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാല അവിടെയുണ്ട്, പിന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മലയാള സർവകലാശാലയുണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട്, അന്താരാഷ്ട്ര വിമാനത്താവളം കരിപ്പൂരിലുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. 2011 സെൻസസ്, ഇപ്പോൾ 2026 പുതിയ സെൻസസ് 41,16,951 പറയും. ഇപ്പോൾ ഒരു 10-70 ലക്ഷം ആളുകളെങ്കിലും ഉണ്ടാകും. 3,550 ചതുരശ്ര കിലോമീറ്ററുള്ള മലപ്പുറം ജില്ലയിലെ 80% ആളുകളും ഗൾഫിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഈ മലപ്പുറം ജില്ലയുടെ ഇപ്പോഴത്തെ ഒരു ഡിമാൻഡ്, ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്നതാണ്. ഇതിനു മുമ്പ് കേരളത്തിൽ തുടക്കത്തിലുണ്ടായിരുന്ന ജില്ലകൾക്ക് ശേഷമാണ് വയനാട് ജില്ല വരുന്നു, പത്തനംതിട്ട ജില്ല പിന്നെ വന്നതാണ്, കാസർഗോഡ് ജില്ല പിന്നെ വന്നതാണ്. അതിനുശേഷം എറണാകുളം ജില്ലയെ മുറിച്ചുകൊണ്ട് മൂവാറ്റുപുഴ ജില്ല വേണമെന്ന് അന്തരിച്ചു പോയ ഡോക്ടർ ഡി ബാബു പോൾ റവന്യൂ സെക്രട്ടറി ആയിരുന്നപ്പോൾ മൂവാറ്റുപുഴ കേന്ദ്രമായി ഒരു ജില്ല വരുമെന്ന് വളരെയധികം ഉറപ്പിച്ചതാണ്. കൃത്യമായി അത് ഉറപ്പിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ഭൂപടം പോലും തയ്യാറാക്കി അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ ഭൂപടവും പ്രസിദ്ധീകരിച്ച് മൂവാറ്റുപുഴ കേന്ദ്രമായി 15ാമത്തെ ജില്ല വരും എന്ന് വലിയ പ്രതീക്ഷയിലായിരുന്നത്. പക്ഷേ ആരോ അട്ടിമറിച്ചു. അന്ന് ആ 15ാമത്തെ ജില്ല വന്നില്ല. എന്നാൽ മലപ്പുറത്ത് തിരൂരോ തിരൂരങ്ങാടി, പരപ്പനങ്ങാടി എന്ന ഭാഗങ്ങൾ എവിടെയെങ്കിലും കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ ഒരു ജില്ല വേണം എന്നുള്ള ആവശ്യം വളരെ ശക്തമാണ്. ഇന്ന് അതുമായി ബന്ധപ്പെടുത്തി ഇന്നും നാളെയുമൊക്കെ മുഖ്യമന്ത്രിയെ കാണാൻ UDF നേതൃത്വവും അവിടുത്തെ ജില്ലയിലെ ലീഗ് നേതൃത്വവും ഒക്കെ തീരുമാനിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷൻ മലപ്പുറം എന്ന് പറഞ്ഞ് മലപ്പുറത്തിൻ്റെ മൊത്തം വികസനത്തിന് വേണ്ടിയിട്ടുള്ള ചില പരിപാടികളും അടുത്ത 10-30 വർഷക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള വിഷൻ മലപ്പുറം എന്ന പരിപാടിയുടെ ആദ്യത്തെ ഒരു സിറ്റിംഗ് കഴിഞ്ഞതായി അറിയുന്നു. ഇനിയും നിരവധി യോഗങ്ങൾ, ജനപ്രതിനിധികളുടെ യോഗങ്ങൾ, സെമിനാറുകൾ, ശില്പശാലകളൊക്കെ വിഷൻ മലപ്പുറം എന്നുള്ള രീതിയിൽ നടക്കും. എന്ത് തന്നെയാലും ഒരു കാര്യം വളരെ സത്യമാണ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. ജനസാന്ദ്രതയിലും വലിയ പ്രധാനപ്പെട്ട ജില്ലയാണ്. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായും അത്ര 3-ാം സ്ഥാനത്തോ മറ്റുമാണ് ജില്ല നിൽക്കുന്നത്. തീർച്ചയായും മലപ്പുറം ജില്ല വളരെ വലിയ ജില്ലയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. 100ഓളം വരുന്ന, അല്ലെ 90-ലധികം വരുന്ന, 94 അത്രയും വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ, അതുപോലെ തന്നെ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ, നഗരസഭകൾ, 10-15 നഗരസഭകൾ, വളരെ വലിയൊരു ജില്ലയാണ്. തീർച്ചയായിട്ടും അത് രൂപീകരിച്ചത് തന്നെ പിന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടുതൽ സൗകര്യം കൊടുക്കണം എന്നൊരു വലിയ ചിന്താഗതിയിലാണ് അത് വെച്ചത്. പക്ഷേ ഭൂമിശാസ്ത്രപരമായ ഒരുപാട് പ്രദേശം അതിനകത്തായിപ്പോയതുകൊണ്ടും ജനസംഖ്യ കൂടിപ്പോയതുകൊണ്ടും ജനസംഖ്യയുടെ നമ്പർ കൂടിയതുകൊണ്ടും വളരെ കൃത്യമായി സേവനം എല്ലാവർക്കും ലഭിക്കുന്നില്ല. ഒരു മീറ്റിംഗ് വിളിച്ചാൽ പോലും എത്ര വലിയ സംവിധാനമാണ് അവിടെ വരേണ്ടി വരുന്നത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ മീറ്റിംഗ് വിളിച്ചാൽ 100ഓളം പഞ്ചായത്തുകാർ പങ്കെടുപ്പിക്കണം. അപ്പോൾ മെമ്പർമാരെയൊക്കെ മീറ്റിംഗ് വിളിച്ചാൽ ഒരു മൈതാനത്തെ വിളിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സിംഗിൾ കളക്ടർ ഇരുന്നുകൊണ്ട് ജില്ലയാകെ ഭരിക്കുന്നതിൽ ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ല 2ആക്കണം എന്നുള്ളതിൻ്റെ ഒരു രീതി വളരെ ന്യായവും സത്യസന്ധവുമായ ഒരു അഭിപ്രായമാണ്. അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഈ പറയുന്ന പോലെ മലപ്പുറം ജില്ലയെ 2ആക്കണം എന്നുള്ള ഒരു ചിന്ത അവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. കോഴിക്കോട് ജില്ലയുടെ സാമൂതിരിയുടെ യഥാർത്ഥ തലസ്ഥാനമായിരുന്ന നെടിയിരുപ്പും, കൊച്ചി രാജാവിൻ്റെ യഥാർത്ഥ തലസ്ഥാനമായിരുന്ന പെരുമ്പടപ്പും, പാലക്കാട് രാജാവിൻ്റെ ആദ്യകാല ആസ്ഥാനവും ആഴുവാഞ്ചേരി തമ്പ്രാക്കന്മാരുടെ കേന്ദ്രവുമായിരുന്ന ആദവനാടും വള്ളുവനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനമായ അങ്ങാടിപ്പുറവും ഇന്ന് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയുടെ ഭൂപടത്തിലാണ്. അപ്പോൾ പഴയ രാജാക്കന്മാരുടെയും തുഞ്ചത്തെഴുത്തച്ഛൻ്റെയും ഒക്കെ വലിയ പാരമ്പര്യമുള്ളൊരു നാടാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജവംശത്തിലേക്ക് അങ്ങളെ ദത്തെടുത്തിരുന്നതായിട്ടും പരപ്പനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയും കൊച്ചി രാമവംശത്തിലേക്ക് ദത്തെടുത്തിരുന്ന വെട്ടത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം ജില്ലയിലെ താനൂർ നഗരവുമായിരുന്നു. വളരെ വലിയ ചരിത്രമുള്ള ഒരു ജില്ലയാണ്.
കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, രാജരാജവർമ്മ, രാജാ രവിവർമ്മ മുതലായവർ പരപ്പനാട് രാജവംശത്തിലെ അംഗങ്ങളുമായിരുന്നു. മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ, പിന്നെ അതുപോലെ ഭാരതപ്പുഴ വളരെ പ്രധാനപ്പെട്ട പുഴയാണ്. തിരുനാവായ, തൃപ്പങ്ങോട്, പൊന്നാനി മുതലായ പ്രദേശങ്ങൾക്ക് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. അപ്പോൾ ചരിത്രപരമായി പ്രാധാന്യമുള്ള വലിയ ജനസംഖ്യയുള്ള വലിയ ഒരുപാട് പഞ്ചായത്തുകളുള്ള, ഒരുപാട് മുനിസിപ്പാലിറ്റികളുള്ള, ഒരുപാട് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ഒരു ജില്ല എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അവർ അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പൂന്താനം നമ്പൂതിരി, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്നിവരെല്ലാം സാഹിത്യത്തിനും കലയ്ക്കും, ഉറൂബ്, ഇടശ്ശേരി തുടങ്ങിയ ഒരുപാട് വലിയ ഒരു ജില്ലയാണ്. അങ്ങനെ ഒരുപാട് പാരമ്പര്യമുള്ള പൈതൃകമുള്ള ജില്ലയാണ്. തീർച്ചയായിട്ടും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പൊന്നാനി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ തിരുനാവായ വളരെ പ്രധാനപ്പെട്ട പ്രദേശമാണ്. വളരെ പ്രധാനപ്പെട്ട കോട്ടയ്ക്കൽ ആയുർവേദ വൈദ്യശാലയൊക്കെ കൊണ്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥാപനം, പിന്നെ SAPയുടെ മലബാർ MSP മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ക്യാമ്പസ് അവിടെയുണ്ട്. അപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള ഒരു ജില്ലയാണ്. തീർച്ചയായിട്ടും തിരൂരോ, തിരൂരങ്ങാടി, പരപ്പനങ്ങാടി കേന്ദ്രമായി ഏതെങ്കിലും സ്ഥലം, തിരൂരാണിപ്പോൾ കൂടുതൽ സാധ്യത പറഞ്ഞു കേൾക്കുന്നത്, കേന്ദ്രമായി പുതിയൊരു ജില്ല വരാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അത് വരട്ടെ. കാരണം അത് മാത്രമല്ല, ഇപ്പോൾ മൂവാറ്റുപുഴ, എറണാകുളം പിരിച്ച് മൂവാറ്റുപുഴ ജില്ലയാക്കണം. കാരണം 25 പഞ്ചായത്തുള്ള വയനാട് ഇതും 100 പഞ്ചായത്തുള്ള മലപ്പുറം ജില്ലയ്ക്കും ഒരേ കളക്ടറാകുമ്പോൾ അത് പ്രയാസമാണ്. ജനസംഖ്യ വളരെ പ്രധാന ഘടകമാണ്. ജനങ്ങൾക്ക് ക്ഷേമം കൃത്യമായി കിട്ടണമെങ്കിൽ അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.